കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ, ലാപ്ടോപ്പ് അങ്ങനെയൊക്കെയുള്ള ഇലക്ട്രിക്കൽ അപ്ലയൻസസ് വിറ്റുകൊണ്ട് ഒരുപാട് പൈസ പല ഭാഗത്തു നിന്ന് തട്ടിയെടുത്ത വാർത്തകളാണ് ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം പറവൂരിൽ മാത്രമേ 35 കേസുകളാണ് ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന തന്നെ വിശദാംശങ്ങളുമായി ഇപ്പോൾ 24നോടൊപ്പം ചേരുകയാണ്. അതിന് വലിയൊരു തട്ടിപ്പാണ്. അപ്പോൾ ഏത് നിലയിലേക്കാണ് ഈ പ്രതി അനന്തുവിലേക്ക് എത്തിയത്? ഇത് ആദ്യം നമുക്ക് CM പോർട്ടൽ വരിനെ മുഖ്യമന്ത്രി പോർട്ടൽ വരിനെ ഒരു പരാതി വന്നിരുന്നു. ആ പരാതി അന്വേഷിക്കാൻ SHO മൂവാറ്റുപുറയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ആ പരാതിയുടെ എൻക്വയറി നടക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഒരു തട്ടിപ്പാണ്. കാരണം 50% ഡിസ്കൗണ്ടിൽ 2 വീലർ നൽകാൻ വാഗ്ദാനം കൊടുത്തിരുന്നു. കുറച്ച് ആൾക്കാർക്ക് കിട്ടിയിരുന്നു, പക്ഷേ കുറേ ആൾക്കാർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഒരു അനന്തു കൃഷ്ണൻ തൊടുപുഴ വാസിയാണ്. അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ആയിരുന്നു. അയാളുടെ വെർജൻ അനുസരിച്ച് അയാൾക്ക് കുറേ NGOs പിന്നെ കുറേ CSR ഫണ്ട്സ് പിന്നെ ബൾക്ക് ഓർഡർ കൊടുക്കുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് പോലെ ഇതെല്ലാ കമ്പനീസിനും ഓട്ടോമൊബൈൽ കമ്പനീസിന് കിട്ടാറുണ്ട്. അങ്ങനെ തെളിവ് ഇതുവരെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ട് റിമാൻഡ് ചെയ്തിരുന്നു. സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലേക്ക് പണം സമാഹരിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പലയിടത്തും. അതിനാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചതും. അപ്പം അത് കൂടുതൽ അന്വേഷണം അവരിലേക്കും കൂടി നീളുന്നു. ഓൾറെഡി ആ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അറസ്റ്റ് ആൻഡ് റിമാൻഡായി. ബാക്കി ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് എല്ലാ നടപടി വളരെ കറക്റ്റായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കണ്ണൂരിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പറവൂരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ഭാഗത്ത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൂടെയുള്ള അന്വേഷണം ഇനി എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും നമുക്ക് ഒരു കേസ് പ്രത്യേകിച്ചും നോക്കണം. പിന്നെ നമ്മുടെ ജില്ലയിൽ ഒരു SIT ഓൾറെഡി ഫോം ആയിരുന്നു, DYSP മൂവാറ്റുപുറ കീഴിൽ. നമ്മുടെ ജില്ലയിലുള്ള എല്ലാ കേസുകൾ വളരെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. ബാക്കി ജില്ലയിൽ രജിസ്റ്റർ ആയിട്ടുള്ള കേസുകളിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കിയിട്ട് ബാക്കിയെല്ലാം എൻഡിങ്ങിലും ഈ നമ്മുടെ ജില്ലയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ ക്രൈം ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് മേലെ ഉദ്യോഗസ്ഥനെ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനം ഉടൻ തന്നെ ആവും. ഈ തൊടുപുഴ സ്വദേശിയാണ് അനന്തു കൃഷ്ണ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലമൊക്കെ എങ്ങനെയാണെന്ന്? ഇതിനു മുമ്പ് ഒരു ചീറ്റിംഗ് കേസ് ഉണ്ടായിരുന്നു. ഇനി സംസ്ഥാന നേതാക്കളുടെ പ്രമുഖരായ പാർട്ടികളുടെയൊക്കെ സംസ്ഥാന നേതാക്കൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. പ്രതികൾ ആക്കപ്പെട്ട സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവരിലേക്കും കൂടി ഇൻവെസ്റ്റിഗേഷൻ നീളുന്ന ഒരു നിലയിലേക്ക് ഇപ്പോൾ സമഗ്രമായി തന്നെ കടക്കും. as a part of investigation, if anybody's role is found, very strong action will be taken. വളരെ ശക്തമായ നടപടി നമ്മൾ സ്വീകരിക്കും. തെളിവാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ശക്തമായ നടപടി ഉണ്ടാവും. കസ്റ്റഡിയിലെടുത്ത് മുന്നോട്ട് പോകാമെന്നാണ് തീരുമാനം. ഓക്കെ. പ്രതി അനന്തു കൃഷ്ണനെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ, മറ്റ് സാമൂഹ്യ പ്രവർത്തകർക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്ന് ഉള്ള സമഗ്രമായ അന്വേഷണം പോലീസ് നേതൃത്വം നടക്കുമെന്നാണ് വൈഭവ് സക്സേന വ്യക്തമാക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് സന്തോഷ് ശേഖർക്കൊപ്പം YS അഭിനന്ദ്, 24.